പ്രിയ സുഹൃത്തുക്കളെ, സ്നാപ്പ് നമ്പർ 979 നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും പി ജാനയുടെ സമ്പൂർണ്ണ കൃതികളുടെ 1-ാം വോള്യത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പി ജാനണി സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളി എന്നുള്ള എൻ്റെ ചാക്കോടി അന്തിക്കാടിൻ്റെ ഒരു വലിയ ഒരു പഠനമുണ്ട്, ഒരു അവതാരികയുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചിട്ട് പോകാം. അപ്പോൾ പിന്നെ ഈ ദൗത്യങ്ങൾ കഴിഞ്ഞു. ഇനി 2-ാം വോള്യത്തിലെ സാനുമാസ്റ്റർ ഒരു അവതാരികയുണ്ട്, അതും വായിക്കണം. അപ്പോൾ ഇത് സിറ്റിംഗ് ഈ നമുക്ക് സ്നാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നരേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് എന്നാണ്. അതുകൊണ്ട് തന്നെ നരേഷൻ ഉണ്ടാവും, നിന്നുള്ള നരേഷൻ ഉണ്ടാവും, ഒപ്പം തന്നെ ആക്ടറുടെ കയ്യിലൂടെ വരുമ്പോൾ എക്സ്പ്രഷൻ ആ രീതിയിലുണ്ടാവും. നമുക്ക് വായിച്ചു നോക്കാം. സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളിയാവുന്നത് എങ്ങനെ? കഴിഞ്ഞ സ്നാപ്പിൽ നമ്മൾ പ്രസാദക്കുറിപ്പിൽ അവർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾ ക്ലാസിക്കൽ കൃതിയിലേക്ക് കടക്കുന്നത്, എങ്ങനെയാണ് റബലാവുന്നത്. ഏത് കാലത്തെയും ജീവിത സന്ദർഭം, ഏത് കാലത്തും അതിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളും സമഗ്രമായിട്ട് ഉൾച്ചേർന്ന് വിടുന്ന അതിൻ്റെ ഒരു ഡയമണ്ട് പരുവത്തിലെത്തുമ്പോൾ അത് ഒരു പ്രത്യേക വെർട്ടിക്കൽ തലത്തിൽ തന്നെ അത് കാലത്തെ അതിജീവിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഷേക്സ്പിയർ കഥാപാത്രങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളും അതിൻ്റെ തീവ്രതയൊക്കെ എന്നും ഇൻ്റർപ്രിട്ടേഷന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് അത് ഇടം വരുത്തുന്നത്, അതിനുള്ള ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കഥാസന്ദർഭമുള്ള പ്രത്യേകത. ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോകുന്നതിനേക്കാളും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കൂട്ടിമുട്ടുന്നൊരു പ്രത്യേക ഒരു ജീവിത മുഹൂർത്തം എന്ന് പറയും. ജീവിതവും മരണവും തമ്മിലുള്ള ഭയങ്കരമായ മുഖാമുഖം വരുന്നത്, അതിൻ്റെ അതിജീവനത്തിൻ്റെ തന്നെ തലങ്ങൾ വരുന്നത്. മാർസിൻ ഗോർക്കിയുടെ അമ്മയും ഒക്കെ അങ്ങനെയാണ് സമരമുഖം തുറക്കുന്നത്. കാട്ടുകടന്നൽ അങ്ങനെയാണ് മഹത്തായ കൃതിയാവുന്നത്. ക്ലാസിക്കുകളിൽ തന്നെ പെടുത്തേണ്ടി വരും അതിനൊക്കെ. നോക്കാം. നമ്മളെ ചോദ്യം എങ്ങനെയാണ്, നമുക്ക് നമ്മുടേതായ നാടകം എന്ന് പറയുന്ന ഒന്നുണ്ടോ? നമുക്ക് നമ്മുടേതായ നാടകം എന്ന് പറയുന്ന ഒന്നുണ്ടോ? കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഓട്ടംതുള്ളലെല്ലാം കേരളീയമായ രംഗകലകളെന്ന നിലയ്ക്കും പാരമ്പര്യ അനുഷ്ഠാന കലകളെന്ന നിലയ്ക്കും ഇൻവെർട്ടർ കോമയിലാണ്. മലയാള നാടകവേദിയുടെ പൈതൃകം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്ലാസിക്കൽ കലകളി അത് അത്തരം കലകളിൽ നിന്നാണ് മലയാള നാടകവേദിയുടെ പൈതൃകം എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകധർമ്മിയായും നാട്യധർമ്മിയായും മേൽപ്പറഞ്ഞ രംഗകലകളെ ആഴത്തിൽ പരിശോധിച്ചാൽ അവയ്ക്കെല്ലാം കാലത്തിനൊപ്പം സഞ്ചരിച്ച് സാമൂഹ്യ മാറ്റത്തിൽ സ്വന്തം പങ്കുവഹിച്ച്, ശ്രദ്ധിക്കണം, സാമൂഹ്യ മാറ്റത്തിൽ സ്വന്തം പങ്കുവഹിച്ച് ചരിത്രത്തിൻ്റെ ചാലകശക്തിയാകാനുള്ള കരുത്ത് കുറവാണെന്ന് കാണാൻ കഴിയും. കലയായിട്ട് നിൽക്കുന്നു, സാമൂഹ്യ മാറ്റം അവരുടെ അത്തരം കലകളുടെ അജണ്ടയിൽ വരുന്നില്ല. കല പെർഫെക്റ്റാണ്, അത് പെർഫെക്റ്റായിട്ട് തീർന്നതാണ്, മിത്ത് പോലെയായി തീർന്നതാണ്. കഥകളിയും കൂത്തും കൂടിയായിട്ടൊക്കെ ഒരു മിത്ത് പോലെയാണ്. പക്ഷെ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായ വൈരുദ്ധ്യങ്ങളിലൂടെയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു, ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങൾ എടുത്തു പറയാനായിട്ട് നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ കലകളുടെ സ്ക്രിപ്റ്റിൽ സാധ്യമല്ല എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യമേ കണ്ടെത്തുന്നത്. ഒരു വരേണ്യവർഗത്തിൻ്റെ പാണ്ഡിത്യവും ആസ്വാദക മനസ്സും കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞ കലാരൂപങ്ങൾക്ക് ചരിത്രത്തിൽ എന്താണ് സ്ഥാനം ലഭിക്കുക? ചരിത്രം, കാലം, സമകാലികം, വൈരുദ്ധ്യം, സാമൂഹിക സംഘർഷങ്ങൾ, വിപ്ലവങ്ങൾ, ചരിത്രപരമായ വൈരുദ്ധ്യാത്മകത, അനശ്വരമായ മാറ്റത്തിൻ്റെ പ്രക്രിയ, ജീവിത പ്രണയം, പ്രയാണം, ഈ മാനദണ്ഡത്തിൽ അളന്നു നോക്കിയാൽ മേൽപ്പറഞ്ഞ ക്ലാസിക്കൽ കലകളെല്ലാം, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കോട്ടേഷൻസ് ഉണ്ട്. പക്ഷേ ചാക്യാരുടെ, കുഞ്ചൻ നമ്പ്യാരുടെ വിമർശന സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളലും ഒഴികെ അതിൽ സാമൂഹിക പ്രശ്നമുണ്ട്. അതിൽ തമ്പുരാക്കന്മാർക്കുള്ള പണി, ഭരണാധികാരികൾക്കുള്ള പണി അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ക്രിപ്റ്റ് വേറെ വരുന്നുണ്ട്. അത് സാമൂഹിക വിമർശനത്തിൻ്റെ ആയുധം തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതൊഴികെയാണ് നമ്മളിത് പറയേണ്ടത്. വെറും മ്യൂസിയം പീസുകളായിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മിത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫ്രീസിങ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇത് ഫ്രീസിങ് പോയിൻ്റാണ്. ഇനി അതിൽ പ്രത്യേകിച്ച് നവീകരണം ഒന്നും വരുത്താൻ പറ്റില്ല. പിന്നെ ആ ഫോമിനെ എടുത്തിട്ട് നമ്മൾ നാടകക്കാരൻ വേണമെങ്കിൽ ഇന്നത്തെ വിമർശനം ആയുധമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ക്ലാസിക്കൽ നൃത്ത സംഗീത രൂപങ്ങൾ പോലെ ഈ ക്ലാസിക്കൽ രംഗകലകളും മനുഷ്യൻ്റെ ഉയർന്ന സൗന്ദര്യബോധത്തിൻ്റെ ശാസ്ത്രീയ കലാചിന്തയുടെ അപൂർവ മാതൃകളായിരിക്കുമ്പോഴും സമകാലിക ജീവിത പ്രശ്നത്തിൻ്റെ ആഴവും പരപ്പും അടയാളപ്പെടുത്താൻ വേണ്ട പരീക്ഷണാത്മകതയും നവീകരണ ചടുല പ്രയോഗ രീതിയും ആർജിക്കാൻ കെൽപ്പില്ലാത്ത വിധം
അതൊരു ന്യൂനപക്ഷ ആസ്വാദക വൃന്ദത്തിൻ്റെ ഒരു മൊണോപ്പൊളി കുത്തക ആയി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജനകീയത എന്ന ഭൂരിപക്ഷത്തിൻ്റെ അവകാശവാദത്തിൽ ഉരുത്തിരിയുന്ന വാക്കിനെ ഉൾക്കൊണ്ട് മുന്നേറാൻ ജനകീയമാകാൻ ബുദ്ധിമുട്ടാണ്. ഈ ക്ലാസിക്കലല്ലാത്ത ഈ നേരത്തെ പറഞ്ഞ എപ്പിക് സ്വഭാവമുള്ള വൈരുദ്ധ്യാത്മക നാടകവേദിക്കൊക്കെ മാത്രമേ കഴിയുള്ളൂ. ക്ലാസിക് സ്വഭാവമില്ലാത്ത എപ്പിക് നാടകവേദിക്ക് കഴിയും. അത് ജനകീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംവാദാത്മകമാക്കി കളയും. ഇങ്ങനെയാണ് ഈ ലേഖനം പോകുന്നത് എന്നും നമ്മൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. നമ്മുടേതായ ജനകീയ നാടക പ്രസ്ഥാനം എന്ന സംവാദാത്മകമായ ചോദ്യം കാലാകാലങ്ങളായി നാടക പണ്ഡിതന്മാരും നാടക ആക്ടിവിസ്റ്റുകളും കലാസമിതി പ്രവർത്തകരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തവും അവ്യക്തവും രാഷ്ട്രീയവും അരാഷ്ട്രീയവും സാമൂഹ്യപരവും സാമൂഹ്യവിരുദ്ധവും സൗന്ദര്യാത്മകവും വികലവുമായ ആശയങ്ങളിൽ കുടുങ്ങി കുഴഞ്ഞു മറിഞ്ഞു പോയ ഒരു പ്രാദേശിക സാർവദേശീയ വിഷയം തന്നെയാണ്. ഉടനെ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം എന്നൊന്നുണ്ടോ? എന്നിട്ട് വേണമല്ലോ കലയെക്കുറിച്ച് പറയാൻ. നമ്മുടെ അടിവസ്ത്രങ്ങൾ മുതൽ മേൽവസ്ത്രങ്ങൾ മുതൽ അടിവസ്ത്രങ്ങൾ വരെ, ആഹാര രീതികൾ മുതൽ പുതിയ IT ജീവിത രീതികൾ വരെ, നാം ശ്വസിക്കുന്ന ഭക്ഷിക്കുന്ന വിസർജിക്കുന്ന വസ്തുക്കൾ വരെ, നമ്മുടെ മൗലികമായതിന് മറ്റു കോമയാണ്, മൗലികമായത് എന്ന് പറയാൻ കഴിയാത്ത വിധം ഒരു പാശ്ചാത്യ മാർക്കറ്റിംഗ് സൗന്ദര്യാത്മക സാന്നിധ്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതചര്യകളിലെ തനതായിടം, ഒറിജിനൽ ആൻഡ് ഇൻഡിജനസ്, ആ തനതായിടം അപഹരിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് തിയറി എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ വേറൊരു ഡിസൈനിങ് ആണ് വരുന്നത്. ലോക നിലവാരത്തിലുള്ള ഡിസൈനിങ് വന്നിട്ടാണ് നമ്മുടെ അടിവസ്ത്രം വരെ അവർ കവർന്നെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. മലയാള നാടകവേദിയിലും 1930 വരെയെങ്കിലും, 30 വരെയെങ്കിലും എന്ന് പറയാൻ കാരണം ആ സമയത്ത് പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകമൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന നാടകവേദിയിൽ ഉള്ള ചെറിയ സംഗതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30 വരെയെങ്കിലും ഇന്നും പല അവതരണങ്ങളും ഈ പ്രവണതയുടെ ദല്ലാൾപ്പണി നടക്കുന്നുണ്ട്. ഈ 30 വരെയെങ്കിലും ഈ പാശ്ചാത്യവൽക്കരണം നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്നു എന്ന് കാണാം. അതിൻ്റെ ഇടയിലാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകം വന്നിട്ടുള്ളത്. അപ്പോൾ 30 വരെ എന്ന് പറയുമ്പോൾ ഈ സായിപ്പ് കൊണ്ടുവന്ന ഫോം അങ്ങനെ തന്നെ കടമെടുത്ത് ചെയ്യുന്ന പ്രൊസീനിയർ സ്റ്റേജൊക്കെ അങ്ങനെയാണ്. 30 വരെയെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് ശേഷം മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം വെച്ചുകൊണ്ടുള്ള പ്ലേ വരുന്നു. അത് 1912 വന്നിട്ടുണ്ട്. അപ്പോൾ 30 വരെ നമുക്ക് ഈ പാശ്ചാത്യ ഈ കൊളോണിയൽ ഈസ്തറ്റിക്സ് കയറി ഭരിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിച്ചത്. പാശ്ചാത്യ നാടകങ്ങളുടെ, തമിഴ് പാഴ്സി നാടകങ്ങളുടെ ആകർഷണ വലയം നമ്മുടെ നാടോടി നാടൻ കലാപാരമ്പര്യത്തിൽ നിന്നും ഊർജ്ജം, സൗന്ദര്യലഹരി, ഒരു ഉപഭംഗി സംശീകരിക്കുന്നതിന് പകരം ഈ പാശ്ചാത്യ പാഴ്സി തമിഴ് നാടകങ്ങളുടെ ഈ പറഞ്ഞ ആകർഷണ വലയം നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന ജീവിത വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയോടെ ഊളയിട്ടിറങ്ങി പാരമ്പര്യ മൂല്യങ്ങളിലെ യാഥാസ്ഥിതികതയെ ചോദ്യം ചെയ്യുന്നതിന് ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ജനകീയ നാടകവേദിയുടെ അഭാവം, ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയുടെ ഉള്ളിട്ടിറങ്ങി പാരമ്പര്യ മൂല്യങ്ങളിലെ യാഥാസ്ഥിതികതയെ ചോദ്യം ചെയ്യുന്നതിന് ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ജനകീയ നാടകവേദിയുടെ അഭാവം 1930 വരെ നമ്മുടെ നാടക ചരിത്രത്തെ മന്ദീഭവിച്ചു. നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഫലിപ്പിക്കുകയാണ്. 1875 ശേഷം എഴുതപ്പെട്ട നാടക കൗതുക സൃഷ്ടികളുടെ അവതരണ യോഗ്യതയെ നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. നാടകമെന്ന മാധ്യമത്തിന് ഗ്രീസിൽ 2500 വർഷത്തെ പാരമ്പര്യം, നിത്യയൗവനം ഇന്നും അവകാശപ്പെടുമ്പോൾ നമ്മൾ കേരളത്തിൽ 150 വർഷത്തെ ബാല്യം മാത്രമേ ഇപ്പോഴും ആവൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു നാടക സൃഷ്ടിയെക്കുറിച്ച് 1975 ശേഷം ആദ്യത്തെ 30-40 വർഷക്കാലം ആരും ചിന്തിച്ചു കാണില്ല. 1875 ശേഷം ആദ്യത്തെ 30-40 വർഷക്കാലം ആരും ചിന്തിച്ചു കാണില്ല. ഈ മാധ്യമത്തിൻ്റെ പ്രതിരോധ ശേഷി തിരിച്ചറിയാനാകാത്ത വിധം പ്രഹസനങ്ങളിൽ, ചുമ്മാ ഒരു ഗൗരവമില്ലാത്ത പ്രഹസനങ്ങളിൽ, നൈമിഷിക കോമഡികളിൽ, വിവർത്തനങ്ങളിലൊക്കെ കുടുങ്ങിയതായിരിക്കാം ഇതിൻ്റെ കാരണം. 1930 ശേഷം യാഥാസ്ഥിതികതയെ, അതായത് അന്ധവിശ്വാസം അടക്കുന്ന എല്ലാതിനെയും, ജന്മിത്തവാഴ്ച, അധികാരവർഗത്തിൻ്റെ ധാർഷ്ട്യത്തെ, ക്രൂരതയെ, ഏകാധിപത്യ പ്രവണതയെ, മൊത്തത്തിലുള്ള മർദ്ദക വർഗ സ്വഭാവത്തെ എതിർക്കുന്ന സോഷ്യലിസ്റ്റ് റഷ്യയിലെ വിപ്ലവ സമരകാഹളത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാഹളത്തിൻ്റെയും ഊർജ്ജം ഉൾക്കൊള്ളുന്ന മറ്റു സാഹിത്യശാഖകളെ അടുത്തറിയാൻ കഴിഞ്ഞതിൻ്റെ പ്രതിഫലനമായിരിക്കണം. അതുകൊണ്ട്
17 സോഷ്യലിസ്റ്റ് വിപ്ലവമൊക്കെ കഴിഞ്ഞ ശേഷം വരുമ്പോഴുള്ളൊരവസ്ഥ ഇത് പ്രചോദനമൊക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരോഗമന നവോത്ഥാന നാടക പ്രസ്ഥാനം വിദ്വാൻ പി കേളുനായരുടെയും മഹാകവി കുട്ടമത്തിൻ്റെയും വീട്ടിയുടെയും പ്രേംജിയുടെയും, നേരത്തെ ഈ ലേഖനം എഴുതുമ്പോൾ അന്ന് വിട്ടുപോയതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പേര്, അതാണ് ഇപ്പോൾ വീണ്ടും ചേർക്കുന്നത്. വീട്ടിയുടെയും പ്രേംജിയുടെയും MRBയുടെയും കെ ദാമോദരൻ്റെയും ഇടശ്ശേരിയുടെയും ചെറുകാടിൻ്റെയും EMSൻ്റെയും നേതൃത്വത്തിൽ സർഗാത്മക രചനകളിലൂടെ ഉരുത്തിരിഞ്ഞു വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനത്തിലൂടെ തന്നെ പറയേണ്ടി വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലും സമരങ്ങളും പിൻതങ്ങലും കൂടി ആയപ്പോൾ ജാതി മതസ്ഥാപനങ്ങളെ എതിർക്കുന്ന വിമർശിക്കുന്ന പൊൻകുന്നം വർക്കിയെപ്പോലുള്ളവരുടെ സർഗാത്മക പ്രചോദനം ഉൾക്കൊണ്ട് ഏരൂർ വാസുദേവിനെയും തോപ്പിൽ ബാസിയെയും പിജാനണിയെയും പോലുള്ള 1950കളിൽ തിരുക്കൊച്ചി മേഖലയിൽ അറിയപ്പെടുന്ന 3 നാടകക്കാരാണ് അവർ. ഏരൂർ വാസുദേവ്, തോപ്പിൽ ബാസി, പിജാനണി. റബൽ നാടകക്കാരെ 1947 ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എന്ന് പറയാം, സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് ഒറ്റ വാചകത്തിൽ ചുരുക്കപ്പെട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ 30കൾക്ക് ശേഷമുള്ള പീരീഡുകളിൽ നിന്നാണ് ഇവരുടെ ഈ രൂപപ്പെട്ടു വരുന്നത്. സമരങ്ങളുടെ പരമ്പരകളിൽ നിന്നാണ് വന്നത്. ഇക്കൂട്ടത്തിൽ ഒറ്റപ്പാലം ലക്കിടി മേഖലയിലെ നമ്പൂതിരി സ്ത്രീകൾ സംഘടിച്ച് ജന്മത്വത്തിനെതിരെ പടപൊരുതാൻ തയ്യാറാക്കിയ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിനും ചരിത്രപരമായ സ്ഥാനം കൊടുത്തേ പറ്റൂ. 1945 ശേഷം 2015 വരെയുള്ള കാലഘട്ടം 70 വർഷം. 45 ശേഷം 2015, ഞാനിത് എഴുതുന്ന പീരീഡ് 16 15 എന്ന് പറയും. അതിന് ശേഷം 10 വർഷം കൂടി കടന്നു. 70 വർഷം നമ്മുടെ നാടകവേദിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാൻ സാംസ്കാരികമായി, സംവാദാത്മകമായി നമ്മുടെ ജനകീയ നാടകവേദി സമകാലികമായ വിഷയങ്ങളിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ട് അലീനേഷൻ, അപരിചിതത്വം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഏറെ കൊട്ടിഘോഷിക്കുന്ന പല തനത് എക്സ്പെരിമെൻ്റൽ നാടക കളരി പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടന്മാരായ നാടകരചയിതാക്കൾക്കും സംവിധായകർക്കും സംഘാടകർക്കും കൃത്യമായ പങ്കുണ്ടെന്ന് ഇനിയെങ്കിലും ഒരു സമഗ്ര പഠനം അനിവാര്യമായിരിക്കുന്നു. ഈ ശങ്കരപ്പിള്ളയ്ക്ക് ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ തനത് എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ തനത് നാടകവേദിക്ക് ഇന്നത്തെ യുദ്ധത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റുമോ? ഇന്നത്തെ ആഗോള സാമ്രാജ്യത്തെ യുദ്ധത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല, കാവാലത്തിനും പറ്റില്ല, ആർക്കും പറ്റില്ല. അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സമകാലികമായ രാഷ്ട്രീയ ഇടപെടലുകൾക്കൊപ്പം നമ്മുടെ കഥ, കവിത, നോവൽ, നിരൂപണം ഒപ്പം സഞ്ചരിച്ചപ്പോൾ മലയാള നാടക പ്രസ്ഥാനം 2 അടി മുന്നോട്ടും 1 അടി പുറകോട്ടുമായി ഇടയ്ക്കിടെ ചരിത്രത്തിന് മുഖം തിരിഞ്ഞ് സഞ്ചരിച്ചുവെങ്കിൽ അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാടകാചാര്യന്മാരുടെ ഭൂരിഭാഗവും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് യാദർശികമാണോ? അത് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട നാടകക്കാരാണ് ഈ നേരത്തെ പറഞ്ഞ തനത് എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് കൊണ്ട് നടന്നത്. അപ്പോൾ അതൊരു യാദർശികമല്ല എന്ന് ചോദിക്കുന്നതും അസംബന്ധമായിരിക്കും. യാദർശികമൊന്നുമല്ല, കപടമായ ആധികാരികതയാണെന്ന് അതാത് കാലത്ത് തിരിച്ചറിയപ്പെട്ടില്ല എന്നതാണ്. ഇവരുടെയൊക്കെ ആധികാരികത കപടമായിരുന്നു എന്നുള്ളതാണ്. സമൂഹം വേറെ വഴിക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അതിൻ്റെ സമരഭൂമി ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഇവർ വേറെ രീതിയിൽ കലയും കൊണ്ട് ഇങ്ങനെ അമേരിക്ക പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വിദേശയാത്ര ലക്ഷ്യം വയ്ക്കുന്നു. കാരണം അപ്പോൾ പിന്നെ ഭരണകൂടത്തേക്ക് എതിരെ മിണ്ടാൻ പറ്റില്ല, സാമ്രാജ്യത്തിനെതിരെ മിണ്ടാൻ പറ്റില്ല, വിദേശത്ത് കളി കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ആചാര്യന്മാർ മിത്തുകളെയും പുരാണ കഥാപാത്രങ്ങളെയും കൂട്ടുപിടിച്ച് ലക്ഷണമൊത്ത മഹത്തായ നാടകരചന നടത്തിയെങ്കിലും നാടകരചനകൾ നടത്തിയെങ്കിലും അതെല്ലാം എത്രമാത്രം സമകാലമായിരുന്നുവെന്ന് ഇന്ന് ആഴത്തിൽ അവലോകനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഈ തിരിച്ചറിവും രാഷ്ട്രീയ ഉൾക്കാഴ്ചയുമുള്ള 1-2 പ്രശസ്തരായ നാടകക്കാരെ 1950കളിൽ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഈ തിരിച്ചറിവും രാഷ്ട്രീയ ഉൾക്കാഴ്ചയുമുള്ള 1-2 പ്രശസ്തരായ നാടകക്കാരെ 1950കളിൽ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ പൊൻകുന്നം വർക്കിക്കൊപ്പം, തോപ്പിൽ ബാസിക്കൊപ്പം, ഏരൂർ വാസുദേവിനൊപ്പം പിജാനണിയെ മാത്രമേ തിരുക്കൊച്ചി മേഖലയിൽ കണ്ടെത്താനാവൂ. മലബാർ നാടകവേദിയുടെ ബൃഹത്തായ ജനകീയ ഇടപെടലിൻ്റെ ഭാഗമായി വടക്കൻ മേഖലകളിൽ 1-ലധികം നാടകരചയിതാക്കളെ ഉയർത്തിപ്പിടിക്കാനാവും. കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ആദ്യത്തെ പാർലമെൻ്ററി ഇലക്ഷൻ സമ്പ്രദായത്തിൻ്റെ പ്രയോഗം
1950 ഐക്യ കേരള പിറവിക്ക് മുൻപേ നടന്നത്. ഉദ്ഘാടനം നടന്നത് 1951-52 കാലഘട്ടത്തിലാണല്ലോ. ഈ പറഞ്ഞ പാർലമെൻ്ററി ഇലക്ഷൻ സമ്പ്രദായത്തിൻ്റെ ആദ്യത്തെ പ്രയോഗം. ഈ ഇലക്ഷനിൽ പുത്തൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി, കൃത്യമായി അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ ഇടപെടലിൻ്റെ ഭാഗമായി, അങ്ങനെ പറയേണ്ടി വരും, ഭാഗമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിക്കായുള്ള ആഹ്വാനമാണ് സംഭവിച്ചത്. ഇത് സംഭവിച്ച അപ്പോൾ പിന്തിരിപ്പൻ സാഹിത്യ സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങളുടെ വ്യാപക വിതരണം നടന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയാണ് ലക്ഷ്യം. CIA ഫണ്ടഡാണ്. പിന്നീട് ഫോർഡ് ഫൗണ്ടേഷൻ ഫണ്ടഡായിട്ടാണ് പിന്നീട് പല നാടക പ്രതിഭകളെയും കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ കയറ്റിയത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപകടം തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ രൂപപ്പെട്ട പ്രതിരോധ പ്രചരണ കവിതകളുടെയും നാടകങ്ങളുടെയും രചനകളും പ്രയോഗങ്ങളും തുടർന്ന് PJ ആൻ്റണിയുടെ ഇൻക്ലാബിൻ്റെ മക്കൾ തോപ്പിൽ ഭാഷയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. PJ 1948 മുതൽ 53 വരെയുള്ള കാലഘട്ടത്തിൽ തോപ്പിൽ ഭാഷയേക്കാളും പുരോഗമന വിപ്ലവ പ്രചരണ സ്വഭാവമുള്ള 10-ലധികം നാടകങ്ങൾ എഴുതി കഴിഞ്ഞിരുന്നു. മറക്കരുത്. 48-53 ഇടയിൽ 10-ലധികം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിങ്ങനെ ഭരണകൂട ഭീഷണിയും നിരോധനവും നേരിട്ട നാടകങ്ങളുടെ പിറവിയായിരുന്നു കണ്ടത്. PJ ആൻ്റണിയുടെ പ്രതിഭ ആർട്സ് ക്ലബ്ബ്, പ്രതിഭ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച പ്രതിഭ ആർട്സ് ക്ലബ്ബ് ആദ്യം, പിന്നെ അത് പിളർത്തി കൊണ്ടുപോയി ശങ്കരാടി കായംകുളത്തേക്ക് കൊണ്ടുപോയപ്പോൾ പ്രതിഭ തിയേറ്റേഴ്സ് ഉണ്ടായി. പ്രതിഭ ആർട്സ് ക്ലബ്ബ്, പ്രതിഭ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച പുരോഗമന സ്വഭാവമുള്ള എത്രയോ നാടകങ്ങളുടെ ആഹ്വാനം മുഴങ്ങി നിൽക്കുന്നതിനിടയിൽ സംഭവിച്ചതാണ് 57 EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഉദയം. അന്ന് ആ നാടക പ്രതിഭകളെ മറക്കരുത് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ആ പുരോഗമന സ്വഭാവമുള്ള മന്ത്രിസഭയെ അട്ടിമറിക്കാൻ പിന്തിരിപ്പൻ യാഥാസ്ഥിതിക ശക്തികൾ 1957-59 കാലഘട്ടത്തിൽ തയ്യാറായപ്പോൾ അതിനെതിരെ ഒരേ ഒരു PJ ആൻ്റണി മാത്രമേ തലയോടും ചെരിപ്പും, കോൺഗ്രസ് രസായനം, ഇത് പൊളിറ്റിക്സ്, 2 യാഥാസ്ഥിതികർ, ഞങ്ങളുടെ ഭരണം വരയണമേ, ഒരു സംഘം യാത്രക്കാർ, കുഴപ്പം തീർന്നു, കാലം മാറുന്നു, വിമോചനം. EMSൻ്റെ പ്രേരണയാൽ ഒറ്റ രാത്രി കൊണ്ടെഴുതിയ നാടകം. 2 റൂമിൽ 2 എഴുത്തുകാരെഴുത്തിയിട്ട് നാടകത്തിൻ്റെ അവസാനത്തു നിന്ന് ഇങ്ങോട്ട് ഒരു രംഗം തുടക്കം വരെ എഴുതുന്നു. തുടക്കം മുതൽ ഒരു രംഗം, ആദ്യ രംഗം, അറ്റം വരെ എഴുതുന്നു. 2 കൂടി കൂട്ടിമുട്ടിക്കുന്ന ടെക്നിക്കാണ് വിമോചനത്തിൻ്റെ രചനയിൽ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഭയങ്കര അത്ഭുതമാണത്. ആ 2ാം രംഗത്തെന്ന് പറഞ്ഞാൽ 2 രംഗമേ ഉള്ളൂ. അതിൽ 2ാം രംഗത്തിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് എഴുതുക, ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുക. 1ാം രംഗത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങോട്ട് എഴുതുക. അങ്ങനെ കൂട്ടിമുട്ടിച്ച് കാലത്ത് എഴുന്നിട്ട് ദാസകാവേ നാടകം പിടിച്ചോ വിമോചനം എന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അത് വല്ലാത്ത ചരിത്രമാണ്. എഴുതാൻ എന്ന സമകാലിക പ്രസക്തിയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ എഴുതാൻ കൊച്ചിയിൽ ചങ്കൂറ്റം കാണിച്ച് എന്ന ആർക്ക് എളുപ്പം മറന്നു കളയാൻ കഴിയില്ല. PJ ആൻ്റണി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പല നാടക പണ്ഡിതന്മാരും ഇത്തരം ചങ്കൂറ്റത്തെ, രാഷ്ട്രീയ പ്രചരണ നാടകത്തിൻ്റെ ചങ്കൂറ്റത്തെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മൂശയിലിട്ട് അളന്ന് തിട്ടപ്പെടുത്തി പുച്ഛിച്ച് തള്ളുന്ന പ്രവണത. ഇതൊക്കെ നാടകമാണ്, ഇതെന്തൊട്ട് മുദ്രാവാക്കി നാടകമാണത് എന്ന് പറഞ്ഞ് തള്ളുന്ന പ്രവണത. പിന്നീടുള്ള നാടക വിദ്യാർത്ഥികളെ സമകാലികത എന്ന വാക്കിനർത്ഥം സാമൂഹ്യ പ്രതിബദ്ധത എന്നല്ല പഠിപ്പിച്ചത്. സമകാലികത എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉണ്ട്. അതല്ല, അതിന് പകരം സൗന്ദര്യാത്മക പ്രതിബദ്ധത, അതുമാത്രം മതി, സൗന്ദര്യം മതി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളിടത്തേക്ക് എത്തിച്ചു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് ആരും മറക്കരുത്. PJയുടെ റബൽ മനസ്സിൽ നിന്നും 1960-കളിൽ ദൈവവും മനുഷ്യനും, ഭാഗ്യനക്ഷത്രം, ഉഴവുചാൽ, ചാരിതാർത്ഥ്യം, കാലം മാറുന്നു, ഭാരതം വിളിക്കുന്നു, ആദർശം, നാദം, അവകാശികൾ, നിയമം പോലുള്ള വിമർശന സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന നാടകങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മണ്ണ്, ഞങ്ങളുടെ മണ്ണ് എന്നീ നാടകങ്ങൾ സാധാരണ കർഷക തൊഴിലാളികളുടെ സംസാര ഭാഷ, ഡയലക്ട്സ്, സ്ലാങ് ശക്തമായി പ്രയോഗിക്കപ്പെട്ട സാധാരണക്കാർക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ശക്തമായ നാടകങ്ങളാണ്. ലളിതവും സുന്ദരവുമാണ്, പവർഫുള്ളാണ്. അവതരണം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി പിളർന്നതും തുടർന്ന് 68 CPIM എന്ന 2 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ
അവ രണ്ടും റിവിഷനിസ്റ്റാണെന്ന് ആരോപണം ഉന്നയിച്ചിട്ടാണ് CPI-ML എന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റ്, ബംഗാൾ നക്സൽ ബാരി മൂവ്മെൻറ്റിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിൽ പൊട്ടിമുളച്ചതും 10-15 വർഷങ്ങൾക്കിടയിൽ പൊട്ടിപ്പിളർന്നതും. അപ്പൊപ്പനാടി പൊട്ടണ പോലെ ഇങ്ങനെ പ്രയോഗിച്ച് വിപ്ലവം മുന്നോട്ട് പോകണില്ല, നേതാക്കന്മാർ തമ്മിൽ അങ്ങനെ അടിച്ചു പിരിയുക. പൊട്ടിപ്പിളർന്നതും കേരളം ദൃക്സാക്ഷ്യം വഹിച്ചപ്പോൾ അത്തരം രാഷ്ട്രീയ സംഭവ പ്രതിഭാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് നാടകരചന നടത്താൻ പല നാടക പണ്ഡിതന്മാർക്കും, ജി ശങ്കരപ്പിള്ള, വയലവാസംപിള്ള, കാവാലം, തോപ്പിൽ ബാസി, ശ്രീകണ്ഠൻ നായരൊക്കെ ഉണ്ട്, കഴിയാതിരുന്നപ്പോൾ ഒരു പി.ജെ. ആന്റണി എന്ന റബൽ ബോധത്തിന് മാത്രമേ സോഷ്യലിസം, അതിൽ ഈ പറഞ്ഞ നക്സലൈറ്റ് പ്രശ്നങ്ങൾ പറയുന്നു, സോഷ്യലിസം ഫണ്ടമെൻ്റൽ പോലുള്ള നാടകരചനയ്ക്കുള്ള ചങ്കൂറ്റം ഉണ്ടായുള്ളൂ. 2 നാടകം. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം എഴുതിയ കാളരാത്രിയും മലയാള നാടക സാഹിത്യ ചരിത്ര രചയിതാക്കൾ എന്തുകൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒറ്റത്തരമേ ഉള്ളൂ. നമ്മുടെ നാടകവേദി വിപ്ലവകരമായി ഉയർത്തെഴുന്നേൽക്കുന്നത് ആരൊക്കെയോ ഭയപ്പെടുന്നു. കൂടുതൽ സമകാലികമാവുന്ന നാടകവേദി കൂടുതൽ ചോദ്യം ചെയ്യുന്നൊരു തലമുറയെ സൃഷ്ടിച്ചേക്കുമെന്ന് ഭരണകൂടത്തിനൊപ്പം നേരത്തെ സൂചിപ്പിച്ച നാടക പണ്ഡിത ശ്രേഷ്ഠരും ഭയപ്പെട്ടിരുന്നുവോ? കൂടുതൽ ചോദ്യം ചെയ്യുന്ന തലമുറ, സംവാദം നടത്തുന്ന, നിയമനിഷേധം, നീതി നിഷേധം വരുമ്പോൾ കൈ ഉയർത്തുന്ന, പെരുവിരൽ ഉയർത്തുന്ന തലമുറ ഉയർന്നു വരുമ്പോൾ പേടിക്കുന്നത് ആരാണ്? പണ്ഡിതവർഗവും ബ്യൂറോക്രാറ്റ്സും ഒക്കെ തന്നെയാണോ എന്നുള്ള ചോദ്യമാണ്. പി.ജെയുടെ സോഷ്യലിസവും കളരാത്രിക്കും മാത്രം മതി. ഈ സംശയം വീണ്ടും ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പി.ജെയുടെ സോഷ്യലിസവും കളരാത്രിയും മാത്രം മതി. 1968 നക്സലേറ്റ് പ്രസ്ഥാനത്തെയും 1975 അടിയന്തരാവസ്ഥയെയും ആ നാടക പ്രതിഭ എങ്ങനെ അടയാളപ്പെടുത്തിയെന്ന് തിരിച്ചറിയാൻ 1973 ഭരത് അവാർഡ് ലഭിച്ചിട്ട്, ഭരത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഭരത് ലഭിക്കുന്നത് 1973 M.T. വാസുദേവൻ നായർ രചനയും സംവിധാനം നിർവഹിച്ച് പി.ജെ. ആന്റണി വെളിച്ചപ്പാണ്ട് വേഷം ചെയ്ത് അനശ്വരമാക്കിയ നിർമാല്യം അറിയുന്ന കാര്യമാണ്. ആ ഭരത് ലഭിക്കുന്നത് ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി, അതൊക്കെ ലഭിച്ചതിന് ശേഷം ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി കേന്ദ്ര സംഗീത അക്കാദമിയുടെ കസേരയിൽ കയറി പറ്റാമെന്നുള്ള ദുരാഗ്രഹമൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ പി.ജെ. ആന്റണി എന്ന റബലിന് അത്തരം നാടകങ്ങൾ എഴുതാൻ കഴിഞ്ഞത്. ഭരത് കിട്ടിയതിന് ശേഷം വെറുതെ ഇരുന്നില്ല, പിന്നെ സോക്രട്ടീസ് എഴുതിയത്, പിന്നെ യുക്തിവാദം, നിരീശ്വരവാദം പറഞ്ഞ് പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന പ്ലേകളുടെ ലിസ്റ്റിലേക്കാണ് അദ്ദേഹം പോയത്. പി.ജെ. ആന്റണി എന്ന റബലിന് അത്തരം നാടകങ്ങൾ എഴുതാൻ കഴിഞ്ഞത് 1971 തന്നെ. ഞാനിനി കോടമ്പക്കത്തേക്കില്ല, ഞാനിനി മദ്രാസിലേക്കില്ല. 1971 അത് എന്ന പ്രഖ്യാപനത്തോടെ മിക്കവാറും അതിന് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, C.I.D. നസർ എന്ന കച്ചവട സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അതിലത്തേക്ക് മണ്ടൻ വേഷങ്ങൾ കണ്ടിട്ട് എൻ്റെ തോലിക കൊണ്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ട് ഈ കണ്ണുകണ്ടവരെ എഴുതി വയ്ക്കാൻ മണ്ടൻ വേഷം ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് പോന്നു. അതിനുശേഷം സിനിമാ വ്യവസായത്തിൻ്റെ പൊള്ളത്തരങ്ങളെ തുറന്നെഴുതി എതിർക്കുന്ന ഉജ്ജ്വലമായ ആക്ഷേപഹാസ്യ നാടകമാണ് മൂഷിക സ്ത്രീ. 1968 തന്നെ രചന നടത്തിയിട്ടുണ്ടത്. അതൊന്നുകൂടി പൊടിതെറ്റിയെടുത്ത് പെടച്ചു, ഒരുപാട് സ്ഥലത്ത് കളിച്ചു. വീണ്ടും അവതരിപ്പിച്ച് ഒരു നാടകക്കാരന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ, കച്ചവട സിനിമാ വ്യവസായത്തിൻ്റെ അടിമപ്പണിയുടെ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിൽ ഒരേ ഒരു പി.ജെ. ആന്റണിക്ക് മാത്രമേ കഴിയൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി എന്ന പള്ളിയുടെ സന്നാഹത്തെ വിമർശിച്ചെഴുതിയ ഇൻക്ലാബിൻ്റെ മക്കൾ, വിമോചന സമരത്തെ എതിർത്തെഴുതിയ സഭയുടെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുന്ന ദൈവവും മനുഷ്യനും, തലയോടും ചെരുപ്പും മുതൽ വളർന്നു വരുന്ന കർഷക സമരത്തിൻ്റെ കാഹളം മുഴക്കിയ മണ്ണ് ഞങ്ങളുടെ മണ്ണ്, എക്സ്പ്രഷനിസ്റ്റ് സങ്കേതങ്ങളെ പ്രയോഗിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക അപജയത്തെ കടന്നാക്രമിച്ച ചക്രായുധം, ഭാഗ്യനക്ഷത്രം, കാഴ്ചബംഗ്ലാവ്, പ്രളയം, സ്മാരകം മുതലുള്ള നാടകങ്ങൾ. അങ്ങനെ സ്കൂൾ പഠനകാലത്ത് കൂട്ടുകാർക്ക് വേണ്ടി എഴുതിയ വേലക്കാരൻ, സ്വന്തമായ അതിരൂപം കൊടുത്ത പക്ഷാളത്തെ കലാപ്രേമി നിലയം എന്ന കലാസമിതിക്ക് വേണ്ടി എഴുതിയ തെറ്റിദ്ധാരണ മുതൽ 1979 എഴുതിയ പാപികൾ വരെയുള്ള, ലാസ്റ്റ് പ്ലേ ആണ് പാപികൾ, 115 നാടകങ്ങളിലും പി.ജെ. ആന്റണിയിലെ സമകാലിക നാടക പ്രതിഭയുടെ മിന്നലാട്ടമല്ലാതെ മറ്റെന്താണ് ദർശിക്കാനാവുക? അത് ദർശിക്കാൻ കഴിയാത്തിടത്തോളം നമ്മുടെ നാടക പ്രസ്ഥാനത്തിന് കാലത്തോട് നീതി പുലർത്തുന്ന നാടക പ്രതിഭകളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? തിരുസഭയുടെ തിന്മയുടെ പല വർഷത്തെ അടിവേരോടെ പിഴുതെറിയേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞ
വിപ്ലവകാരിയായ പുരോഹിതന്റെ വിമോചന ദൈവശാസ്ത്ര സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്ന രശ്മി. ഭീകര. തിലകൻ ചേട്ടനാണ് അതിൽ അച്ഛനായിട്ട് അഭിനയിച്ചത്. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ മൂല്യച്യുതിയെയും അന്ധവിശ്വാസത്തെയും കച്ചവട മൂല്യത്തെയും തുറന്നു തീർക്കുന്ന ഉഴവുചാൽ, പാപികൾ, ജാതകം, 3 പെണ്ണുങ്ങളും കുറേ മനുഷ്യനും, കണ്ണാടി, ദീപ്തി, സീമ, പ്രേതലോകം, അമ്മ, ബുൾഡോസർ, എണ്ണി പറഞ്ഞാൽ ആധുനിക നാടക വിദ്യാർത്ഥികളും നാടക പണ്ഡിത ശ്രേഷ്ഠരും അന്തം വിട്ടുപോകും. എത്രയൊക്കെ നാടകങ്ങൾ പി.ജാനണി എഴുതിയിട്ടുണ്ടാ എന്ന് പറഞ്ഞു. പി.ജാനണി എന്ന കലാപകാരിയായ വ്യവസ്ഥിതിവൽക്കരണത്തിൻ്റെ മനുഷ്യത്വരാഹിത്യത്തിനെതിരെ നിരന്തരം കലഹിച്ച നാടകക്കാരനെ, കലാകാരനെ, കവിയെ, ഗായകനെ, നടനെ, രചയിതാവിനെ, സംവിധായകനെ, സംഘാടകനെ, സംഗീതജ്ഞനെ, എല്ലാത്തിനും ഉപരിയായി ആ സാർവദേശീയ മനുഷ്യസ്നേഹിയെ തിരിച്ചറിയുന്നതിനെ അദ്ദേഹത്തിൻ്റെ മൊത്ത രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നിരീക്ഷണ ജാഗ്രതയുടെ ഉദാഹരണത്തിന് അദ്ദേഹം സൃഷ്ടിച്ച നാടക കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിച്ചാൽ മതി. ഭരണകൂടത്തിനും വ്യവസ്ഥാപിത മതസ്ഥാപനങ്ങൾക്കും യാഥാസ്ഥിതികമായ ജീവിത വീക്ഷണങ്ങൾക്കുമെതിരെ നിരന്തരം പോരാടിയ, മനസ്സിൽ അസ്വസ്ഥതകളുടെ തീക്കനൽ സ്വയം ചുമന്നു നടന്ന ഗറില്ല നാടകക്കാരനായിരുന്നു പി.ജാനണി. കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളുടെ വിപ്ലവകരമായ പരിവർത്തനോർജ്ജം, കമ്മ്യൂണിസ്റ്റ് സമരോർജ്ജം എല്ലാ അർത്ഥത്തിലും കാത്തുസൂക്ഷിച്ചതിനുള്ള ഉത്തമ തെളിവായി പി.ജിയുടെ നാടകങ്ങളിലെ ചോദ്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെ വിലയിരുത്താം. ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ എൻ്റെ ജീവചരിത്ര ജീവചരിത്ര ഗ്രന്ഥം ഈ പുസ്തകത്തിൽ അതിന് പി.ജാനണി കഥാപാത്രങ്ങളിലൂടെ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെയുണ്ട്. സാഹിത്യ അക്കാദമി ഇറക്കിയ പുസ്തകമാണല്ലോ, അതിലൂടെ കടന്നു പോകുക. ഒരു തൊഴിലാളി വർഗബോധം കേരള രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരോടുന്നതിനൊപ്പം വളർന്നു വന്ന പ്രതിഭയാണ് പി.ജാനണി. കേരള സമൂഹത്തിൻ്റെ അസമത്വത്തിലൂന്നിയ സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്ന് 100% ആത്മാർത്ഥതയോടെ ചിന്തിച്ച നാടകൃത്ത്. തൻ്റെ അന്ത്യനിമിഷം വരെ ആ വർഗബോധത്തിലൂന്നിയുള്ള ലളിതമായ ജീവിതചര്യയ്ക്ക് വേണ്ടി നിരന്തരം സമരം ചെയ്ത വ്യക്തി. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ 1950കളിൽ നാടിനകം നാടകം എന്ന മാധ്യമമല്ലാതെ മറ്റെന്തിനെയാണ് പി.ജി ആശ്രയിക്കുക? ഒരു ലത്തീൻ കത്തോലിക്കൻ യാഥാസ്ഥിതിക കുടുംബത്തിൻ്റെ മുരടിച്ച ആവർത്തന വിരസമായ നിഷ്ക്രിയമായ ചട്ടക്കൂട് ഭേദിക്കാൻ തന്നിലെ നടൻ്റെയും ഗായകൻ്റെയും സംഗീതജ്ഞൻ്റെയും ഊർജം കണ്ടറിഞ്ഞ് പ്രയോഗിച്ചതിലൂടെ കൊച്ചിയിലെ മഹത്തായ അഭിനയ പ്രതിഭകളെ ഒപ്പം ചേർത്ത് നിർത്തി 115ഓളം നാടകങ്ങൾ എഴുതി തീർത്ത ഈ പക്ഷാളങ്കാരൻ മഹാപ്രതിഭയെ ലോക നാടകവേദിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഇബ്സനോടും ബെർണാഡ് ബാർത്തോൾ ബെർഹേട്ടിനോടും ആർതർ മില്ലറോടും ക്ലിഫോർഡ് ആർഡറ്റിനോടും മരിയോ ഫ്രട്ടിയോടും എഡ്വേർഡ് ബോണ്ടിനോടും ദാരിയോ ഫോയോടും ഉപമിച്ചാലും അത് അതിശയോക്തിപരമാവില്ല. ചരിത്രത്തിൻ്റെ ചാലകശക്തി അനീതിക്കെതിരെയുള്ള നിരന്തരം ചോദ്യം ചെയ്യൽ തന്നെയാണെന്ന ചിന്ത, ശരിയായ മാർക്സിയൻ ചരിത്രബോധം, വൈരുദ്ധ്യാത്മക ദാർശനിക ചിന്ത 16-ാം വയസ്സിൽ ശാസ്ത്രി പരീക്ഷ കഴിഞ്ഞ കാലത്ത് തന്നെ പി.ജെയിൽ ഉടലെടുത്തിരിക്കണം. ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും എളുപ്പം സാധ്യമാക്കുന്നതിന് നാടകമാധ്യമത്തിൻ്റെ സംഘാടന ശക്തി പി.ജെയെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഉത്തേജിപ്പിച്ചിരിക്കാം. സത്യത്തിൽ പി.ജെയുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങളും സമൂർത്തമായ സാഹചര്യങ്ങളുടെ, സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷഭരിതമായ ജീവിതചര്യയുടെ ഭാഗമായി മാത്രമേ പി.ജെയെ പോലെ രാഷ്ട്രീയ പ്രേരിത നാടക പ്രവർത്തനത്തിന് നിലനിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സമൂർത്തമായ സാഹചര്യങ്ങളുടെ, സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെ സംഘർഷഭരിതമായ ജീവിതചര്യയുടെ ഭാഗമായി അതിൽ നിന്നുകൊണ്ടേ അദ്ദേഹത്തിന് എഴുതാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ആഭ്യന്തര സംഘർഷം, ഇന്നർ കോൺഫ്ലിക്റ്റ് പി.ജെയുടെ ഉൾക്കാഴ്ചയുടെ ചൂണ്ടയിൽ പെട്ടെന്ന് കുരുങ്ങും. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ സംഭാഷണങ്ങൾ കാണികളെ അവർ ജീവിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ പരിസരത്തെയും സമകാലിക സാമൂഹിക പ്രശ്നത്തെയും എന്നും ജാഗ്രതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പി.ജെ എന്ന ജനകീയ നാടക പ്രസ്ഥാനത്തിൻ്റെ പയനിയർ, മുന്നണി പോരാളി അല്ലെങ്കിൽ മുന്നണി പോരാളി, അവാൻഗാർഡ് എന്ന് പറയാം, അവാൻഗാർഡ് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു അണയാത്ത അഗ്നിയായി നിലനിൽക്കും.
നമ്മുടെ ഉള്ളിലെ അലസ ജീവിതത്തിൻ്റെ ചാരക്കൂനയിൽ ഒരു കനൽ എന്നും എരിയുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓർമ്മപ്പെടുത്തുന്നതിൻ്റെയും പ്രസക്തി തൽക്കാലം തിരിച്ചറിയുക. PJയുടെ നാടക ലോകമെന്ന മഹാസമുദ്രത്തിൽ മുങ്ങിത്തപ്പി നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ളവരുമായി ആശയസംവാദത്തിൽ ഏർപ്പെടാൻ PJയുടെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന 41 നാടകങ്ങളിലെ ഒട്ടുമിക്ക സംഭവങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഇന്നും ശേഷിയുണ്ട്, അസ്തിത്വമുണ്ട്. അത്രയ്ക്ക് സമകാലിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് യാതൊരു അസ്തിത്വ പ്രതിസന്ധിയുമില്ലാതെ PJ രചിച്ചു കൂട്ടിയത്, രംഗത്ത് ആടിത്തീർത്തത്. അദ്ദേഹം ഉജ്ജ്വലനായ ഒരു നടനായതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തിൻ്റെ ചലനങ്ങളും സംഭാഷണങ്ങളും ഭാവങ്ങളും സ്വന്തം മുറിയിൽ ആദ്യം ആടിത്തീർത്തതിനു ശേഷമേ വെള്ളക്കടലാസ് എന്ന പൾപ്പ് വേദിയിൽ പകർത്തപ്പെട്ടിട്ടുള്ളൂ. തൻ്റെ വിപ്ലവപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആന്റണി തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ സമൂഹത്തിലെ മധ്യവർഗത്തിൻ്റെ പ്രതിനിധികളും ഏറ്റവും അധോമണ്ഡലത്തിൽ കഴിയുന്നവരുമായിരുന്നു. ഇക്കാര്യത്തിൽ തകഴിയുടെ രണ്ടിടങ്ങഴി പോലുള്ള നോവൽ നേരത്തെ വന്നു കഴിഞ്ഞിരുന്നല്ലോ. PJ ആന്റണി ആദ്യമായി അഭിനയിച്ച സിനിമയും ആദ്യമായി സംസ്ഥാനത്തെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് രണ്ടിടങ്ങഴിയായിരുന്നു. 1957 അതിലെ കർഷകത്തൊഴിലാളി ദളിത് കഥാപാത്രം PJയുടെ അഭിനയത്തിൻ്റെ നിത്യയൗവന മാതൃകയായി ഇന്ന് മുഴങ്ങി നിൽക്കുന്നു. സോഷ്യലിസ്റ്റ് റിയലിസ്റ്റും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 1930, 40, 50കളിലെ ഊർജ്ജം ഉൾക്കൊണ്ട PJയ്ക്കും തൻ്റെ നാടൻ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനാവില്ലായിരുന്നു. കള്ളുവർക്കി, കരിങ്കാലി മത്തായി, ചന്തമറിയം, കള്ളൻ ഗോപാലൻ, പരദൂഷണം ചാക്കോ ഇങ്ങനെയുള്ള പേരുകൾ ഒരു ഗ്രാമത്തിൻ്റെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജീവിതത്തെ പ്രതിനിധീകരിക്കും. ബഷീറിൻ്റെയും P. കേശവത്തിൻ്റെയും കഥാപാത്രങ്ങൾ പോലെ. തൽക്കാലം ഈ അവതാരികയുടെ പകുതി നിർത്തുകയാണ് ഞാൻ. അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ഭാഗം 2 നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇനിയും പിന്നെ അത് കംപ്ലീറ്റ് വായിക്കാം. പൊതുശത്രുക്കളിൽ ദേഷ്യം വരുമ്പോൾ കോപത്തോടെ പാടുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച PJയുടെ ഹ്യൂമർ സെൻസ് പിൽക്കാലത്ത് NN പിള്ളയ്ക്ക് മാത്രമേ അവകാശപ്പെടാനാവൂ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പാടുന്ന കഥാപാത്രങ്ങളെ കണ്ട് പരിചയിച്ച കാണികൾക്ക് ദേഷ്യം വരുമ്പോൾ പാടുന്ന കഥാപാത്രം ഒരു വെറൈറ്റിയായി തോന്നിയതിൽ അത്ഭുതമില്ല. ചക്രായുധത്തിലെ അനുശോചന രംഗം കറുത്ത ഫലിതത്തിൻ്റെ മകുടോദാഹരണമാണ്. അതിൽ ഒരു മന്ത്രിക്ക് എന്തു പറഞ്ഞിട്ടും കേട്ടിട്ടും കരച്ചിൽ വരുന്നേയില്ല സിറ്റുവേഷനാണ്. ഒരു മഹാകവിയുടെ അനുസ്മരണ ചടങ്ങാണ് രംഗം. സ്വന്തം PA അവസാനം ഒരു പരിഹാരം കണ്ടെത്തി. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചെന്ന് പറഞ്ഞിട്ടും മന്ത്രിക്ക് കരച്ചിൽ വരുന്നില്ല. കരച്ചിൽ വരാത്ത മന്ത്രിയുടെ കാതിൽ മന്ത്രിസഭ വീണു എന്ന് പറഞ്ഞോണ്ട് പൊട്ടിക്കരച്ചത് എന്ന് PA പറഞ്ഞ ഉടനെ മന്ത്രി ചങ്ക് പൊട്ടി കോട്ടുമാറ് ആലറിക്കരയുകയാണ്. ഈ നാടകം എഴുതുമ്പോഴുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും സമകാലിക കേരളത്തിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതപരതയും നിറഞ്ഞ അന്തരീക്ഷത്തിനെതിരെയും ദുരന്തങ്ങൾ പെരുകുമ്പോൾ ഒരിട്ട് കണ്ണീരൊഴിക്കാൻ കഴിയാത്ത മന്ത്രിമാരുടെ മുഖത്തു നോക്കിയുള്ള വിമർശനവുമല്ലാതെ പിന്നെ മറ്റെന്താണ് PJ ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കാൻ കഴിയുക? PJ ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കാൻ തരിക ഈയൊരു വിമർശന ചക്രായുധമല്ലാതെ പിന്നെ എന്താണ് കരുതി വയ്ക്കുക? എത്രമാത്രം അഴിമതി നടത്തിയിട്ടും സ്വന്തം മന്ത്രി കസേരയെ കൂട്ടത്തോടെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഭരണാധികാരികളെ അന്നേ PJയുടെ ദീർഘദൃഷ്ടിയാൽ വായിച്ചെടുത്ത് കഴിഞ്ഞിരിക്കണം. ചക്രായുധത്തിലെ കവി തൻ്റെ അന്ത്യനിമിഷത്തിൽ ഭാര്യയോട് പറഞ്ഞത് PJയുടെ ജീവിതവുമായി തീർത്തും ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. മഹാകവി, ഞാൻ ഇതുവരെ ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരാളോട് മാപ്പ് ചോദിക്കണമെന്ന് തോന്നി. അത് നിന്നോടാണ്. എന്നാൽ പോലും അത് മറ്റൊരാൾ കേൾക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. വിവാഹം കഴിച്ച് ആ ജീവിതശ്രീയുടെ ജീവിതം ദുരിതപൂർണമാക്കിയതിനായിരുന്നു മഹാകവി ഭാര്യയോട് മാപ്പ് ചോദിച്ചത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെയും MP പോളിൻ്റെയും വിമർശനാത്മക മനസ്സിനെ പ്രതിനിധീകരിച്ചെഴുതിയ തീ എന്ന നാടകം പ്രത്യേകം പഠനം ആവശ്യപ്പെടുന്നു. രശ്മി എന്ന നാടകത്തിലെത്തുമ്പോൾ കാപട്യത്തിലും കള്ളത്തരത്തിലും മുഴുകിയ തിരുസഭയ്ക്കെതിരെ ഒരു കുരിശുയുദ്ധം നടത്തുകയാണ് PJ ആന്റണി. ഒരു യുവ വൈദികനെ കഥാപാത്രമാക്കിയാണ് PJ തൻ്റെ ലക്ഷ്യം സാധിക്കുന്നത്. യുവപുരോഹിതൻ. ഈ അനുസരണ എന്ന് പറയുന്നത് അത്ര വലിയ ഗുണമൊന്നുമല്ല കൊച്ചു വർക്കിച്ചേട്ട.
ഈ അനുസരണ എന്ന് പറയുന്നത് അത്ര വലിയ ഗുണമൊന്നുമല്ല കൊച്ചു വർക്കിച്ചേട്ട. അനുസരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കുറേ അടിമകൾ ഉണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? നേര് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്ന് കണ്ടാൽ നുണയെ പറയാവൂ. ആ നുണയ്ക്ക് 10,000 നേരുകളെക്കാൾ വിലയുണ്ടായിരിക്കും. നേര് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നുണയെ നല്ലത്. ഒരു നേര് കൊണ്ട് ലോകം മുഴുവൻ കത്തിച്ചാമ്പലാവുകയാണെങ്കിൽ നേര് പറയരുതെന്ന്. അപ്പം പിന്നെ നുണയാണ് നല്ലത്. ശിക്ഷ എന്ന നാടകത്തിലും കള്ള് കശാപ്പ് എന്നാണ് കച്ചവടത്തിലെ അനീതിക്കെതിരെ PJ ചില കഥാപാത്രങ്ങളെ അണിനിരത്തുന്നു. പാപ്പുവിൻ്റെ ഡയലോഗ് നോക്കാം. അതിന് ഇപ്പോഴത്തെ കള്ള് ശരിയായ കള്ളല്ല. കുമ്പളങ്ങായും ഒരു തരം പൊടിയും കഞ്ചാവും എല്ലാം കൂട്ടിക്കലക്കി വെച്ചേക്കുകയാണ്. 2 കുപ്പി കുടിക്കുമ്പോഴേക്കും പ്രാന്ത് പിടിച്ചതുപോലെ ആയി പോണത് കണ്ടില്ലേ? അബ്കാരികൾ തരുന്ന ശിക്ഷയ്ക്കെതിരെ സാധാരണക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്ത PJയിലെ സാമൂഹ്യ പരിഷ്കരണവാദിയെയാണ് ആ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുക. ഈ നാടകത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നയാൾ മാന്യമായി പണിയെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാലും സമൂഹം അയാളെ അവഗണിക്കുന്നത് വേദനാജനകമായി ചിത്രീകരിച്ചിരിക്കുന്നു. വൺസ് എ ക്രിമിനൽ ഓൾവേസ് എ ക്രിമിനൽ എന്ന ഇരുണ്ട നീതിശാസ്ത്രമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ പൊതു സദാചാര വൈകല്യമാണ് PJ തുറന്നു കാണിക്കുന്നത്. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ സമൂഹത്തിൻ്റെ അവഗണനയെന്ന ആജീവനാന്ത ശിക്ഷ കൂടി ലഭിക്കുന്ന ഒരാൾക്ക് പ്രാന്ത് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന 2 തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുള്ളൂ എന്ന ധ്വനി PJ സൂക്ഷ്മമായി ഈ നാടകത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു. രാഗം ഒരു വിലാപകാവ്യം പോലെ ആസ്വദിക്കാവുന്ന നാടകമാണ്. സംഗീതം, പ്രണയ നൈരാശ്യം, ആത്മഹത്യ പ്രേരണ, ദുരന്തചിന്ത എല്ലാം അടങ്ങിയ മെലോഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന നാടകം. പണ്ട് ആരണി എഴുതിയ വിദൂരതയിൽ നിന്നുള്ള സംഗീതം എന്ന നാടകത്തിൻ്റെ തുടർച്ച പോലെ സംഭവിച്ചതായിരിക്കണം രാഗം. 70കളിലെ അസ്തിത്വപരമായ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന നാടകം. PJയുടെ സബ്ജക്റ്റീവ് രചനകളിൽ പെടുത്താവുന്നതാണ്. മനുഷ്യൻ്റെ സർഗാത്മക ശേഷി നശിച്ചാൽ എല്ലാം നശിച്ചു എന്ന സന്ദേശമാണ് രാഗം ഉയർത്തിപ്പിടിക്കുന്നത്. ചക്രായുധം കച്ചവട സിനിമ സംരംഭത്തിൽ പെട്ടിരിക്കുന്നവർക്കും സ്വന്തം ഭൂതകാലം മറന്ന് അവസരവാദപരമായി വിജയിച്ച് കയറുന്നവർക്കുമെതിരെയുള്ള ആന്റണിയുടെ പ്രതിഷേധമാണ്. കവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കഥാപാത്രമാണ് കവി. തിന്മകൾക്കെതിരായി ഭയം കൂടാതെ സംസാരിച്ചവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഞാനും അതിൽ നിന്നൊഴിവായില്ല. ഞാൻ മരണമടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ മരണം കൊണ്ട് ആളുകൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയും സത്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്തസ്സാരമുള്ളൊരു മനുഷ്യൻ തൻ്റെ കർമ്മം നിർവഹിക്കുമ്പോൾ ജീവിതവും മരണവും പ്രശ്നമല്ല. PJയുടെ ആത്മകഥാംശം മുഴങ്ങുന്ന ഡയലോഗാണിത്. സോക്രട്ടീസ് നാടകത്തിലും ഇതിന് സമാനമായ ഡയലോഗ് കാണാം. സോക്രട്ടീസ് പറയുന്ന ഡയലോഗ് ശ്രദ്ധിക്കുക. ഇനി മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലം ചെന്നുപോയ മഹത്തുക്കളായ പലരെയും കണ്ടുമുട്ടാനും അവരിൽ നിന്ന് പിന്നെയും പഠിക്കാനും പ്രപഞ്ചരഹസ്യത്തിലേക്ക് കൂടുതൽ ചുഴിഞ്ഞിറങ്ങാനും സന്ദർഭം കിട്ടുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാലും മരണം ഉത്തമം തന്നെ. സ്നേഹിതരെ, ഈ സൗഭാഗ്യത്തെ ഭയപ്പെടരുത്. ഏതു നിമിഷത്തിലും മരിക്കാൻ സന്നദ്ധരായിരുന്നു കൊള്ളുക. ഈ ഒരു നാടകത്തിലാണ് ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു ഗ്രീക്ക് യുക്തിവാദ നിരീശ്വരവാദ ചിന്തകൻ്റെ ജീവിതം, സോക്രട്ടീസിൻ്റെ ജീവിതം പകർത്താൻ PJ വിനിയോഗിച്ചത്. ദാർശനികമായി ആ നാടകവും സമകാലികമാണെന്ന് പറയാം. സമരം ചെയ്യുന്നതിനും സ്വയം രക്തസാക്ഷിയാകുന്നതിനും സോക്രട്ടീസ് ഉത്തമ മാതൃകയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിത വീക്ഷണങ്ങളോട് സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളില്ലാതെ ജീവിക്കുന്ന PJ ആന്റണി എന്ന ദാർശനിക നാടക പ്രതിഭ 1973 ഭരത് അവാർഡ് ലഭിച്ചതിന് ശേഷം റിസർച്ച് ചെയ്ത് കടഞ്ഞെടുത്ത അനശ്വര കലാസൃഷ്ടിയാണ് ഈ നാടകം.
ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ മതവിശ്വാസികളുടെ അസഹിഷ്ണുത തുറന്നു കാണിക്കുന്ന ഭാഗം, വിവിധ മതങ്ങൾക്കിടയിലെ അന്ധവിശ്വാസ ജടിലമായ ചിന്തകൾ എത്രമാത്രം അപകടകരമാണെന്ന് PJ സധൈര്യം തുറന്നു കാണിച്ചു. ഡാൻസും മറ്റും ക്രിസ്ത്യാനികൾക്കുള്ളതല്ലെന്നും അതെല്ലാം ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ചാണ്ടി എന്ന കഥാപാത്രത്തിലൂടെ പറയിപ്പിക്കുന്നു. അതിനെതിരെ ബേബി എന്ന കഥാപാത്രം പ്രതികരിക്കുന്നു. അവൾ ഈ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും കന്യാസ്ത്രീയും സന്തോഷത്തോടെ കണ്ടിരിക്കാറുണ്ടെന്നും പറയുന്നു. വർഗീയ വിഷം കുത്തിവെക്കുന്ന ചാണ്ടിയിലൂടെ PJ പള്ളിയുടെ അമിതാധികാര അന്ധവിശ്വാസ ജടിലമായ വേദോപദേശ മാതൃകകളെ പരിഹസിക്കുകയാണെന്ന് വ്യക്തം. കുംഭസാരത്തിലും കുദാശകളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം പാപികളെ തിരുസഭ എത്ര വഞ്ചനാപരമായാണ് കുഞ്ഞാടുകളാക്കി മാറ്റി തീർക്കുന്നതെന്ന് PJ തൻ്റെ ആക്ഷേപഹാസ്യ രചനയിലൂടെ വിളിച്ചു പറയുന്നു. കാഴ്ച ബംഗ്ലാവ് പാചകവിധി കോളം എഴുതുന്ന ഒരു സ്ത്രീയെ കളിയാക്കി ചിത്രീകരിക്കുന്നതിന് PJ എഴുതിയതാണ് കാഴ്ച ബംഗ്ലാവ്. സൊസൈറ്റി ലേഡി എന്ന കപടവേഷധാരിയായ കൊച്ചമ്മമാരെ തൊലിയുരിച്ച് കാണിക്കാൻ മാർത്ത എന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ച് ഈ സമൂഹം ഒരു കാഴ്ച ബംഗ്ലാവിന് തുല്യമായി പോയെന്ന് ആന്റണി പ്രഖ്യാപിക്കുകയാണ്. സോഷ്യലിസം നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവകാലത്ത് എഴുതിയ നാടകമാണ്. തലവട്ടൽ രാഷ്ട്രീയത്തിൻ്റെ തീവ്രചിന്തയും അസംബന്ധതയും ഒപ്പം പരിശോധിക്കുന്ന നാടകം. അമ്മയിലെ വിപ്ലവപരമായ ആഹ്വാനത്തിൻ്റെ തുടക്കം ഇതിലും കാണാം. ഔസേപ്പച്ചൻ എന്ന കുടുംബനാഥൻ പറയുന്നത് നോക്കൂ: ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സമരം ചെയ്തു. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ എൻ്റെ വലത് കാലിന് വെടിവെച്ചു. സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു നല്ലതെന്ന്. അങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി. അതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർ എൻ്റെ ഇടത് കാലിന് വെടിവെച്ചു. വെടിവെപ്പ് ആവശ്യമാണ്, പക്ഷേ തോക്ക് ചൂണ്ടേണ്ടിടത്തേക്കല്ല ഇപ്പോൾ ചൂണ്ടുന്നത്. അതാണ് പിശക്. അതാണ് പിശക്. വെടിവെപ്പ് ഒരു അനിവാര്യതയാണ്, പക്ഷെ തോക്ക് ചൂണ്ടേണ്ടിടത്തേക്കല്ല ചൂണ്ടുന്നത്. മണ്ണ് ഇന്നും നിലനിൽക്കുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ പഴയ മാതൃകയെ യുക്തിപൂർവം വിമർശനാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു. വർക്കിയുടെ ഡയലോഗ് നോക്കാം: നമ്മളാരോടും സമരം ചെയ്യാനാ മോനെ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, ഈ കോളേജുകളൊക്കെ കരിഞ്ചന്തക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയുള്ളതല്ല. അമ്മ നാടകം ലത്തീൻ കത്തോലിക്ക കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യം, അപരിചിതത്വം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. മക്കളോടുള്ള ശത്രുതാപരമായ സമീപനം സ്വന്തം ബാല്യത്തിൽ അനുഭവിച്ച PJയുടെ സ്വന്തം മാതാപിതാക്കളോടുള്ള അമർഷമാണ് ഇവിടെ പുറത്തു വരുന്നത്. ഈ അമ്മ എഴുതപ്പെടുന്ന കാലത്ത് അടിയന്തരാവസ്ഥയുടെ ചില സാഹചര്യം കൂടി ഉണ്ടെന്നാണ് അതിനകത്ത് പിന്നീട് കുന്നംകുളം ഗീതാഞ്ജലി തിയേറ്റേഴ്സ് അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ആ താക്കോൽ കൂട്ടാരയിലേക്ക് വെച്ച് നടക്കുന്ന അമ്മ, കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഡയറക്റ്റ് ഇന്ദിരാഗാന്ധിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അമ്മ ഒരു ഏകാധിപതിയായിട്ടുള്ള കുടുംബിനെയാണ്. അവിടെ നാടകം ചെയ്യുന്ന മകനെയൊക്കെ പിടിച്ച് പുറത്തു വിടും. ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ ഓർത്ത് പോയത്. അപ്പോൾ ആ താക്കോൽ കൂട്ടാരയിൽ വെച്ച് നടക്കുന്നൊരു അമ്മയാണ് താണ്ടമ്മ എന്നുള്ള. താണ്ടമ്മ ആ കഥാപാത്രം അങ്ങനെയാണ്. അമ്മ നാടകത്തിൽ താണ്ടമ്മയാണ്. നമ്മുടെ പറവൂർ കമലച്ചിട്ടിയാണ് അത് അവതരിപ്പിച്ച്. താണ്ടമ്മ ഗംഭീരമായിട്ട് ചെയ്തിരുന്നു എന്നാണ്. കുന്നംകുളം ഗീതാഞ്ജലി ആയിട്ട് ബന്ധപ്പെട്ട KS വിജയനും അവർ ഭാർഗവൻ പള്ളിക്കരയൊക്കെയാണത് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അവിടുന്ന് P. ജാനണിയും തിലകൻ ചേട്ടനോട് വണ്ടി കയറി വന്നിട്ടാണ് കുന്നംകുളത്ത് സെറ്റ് ചെയ്തിരുന്നത്. നാടകം എഴുതി കളിച്ച് നടക്കുന്ന ഇളയ മകനെതിരെ അമ്മ താണ്ടമ്മ ക്യാരക്ടറാണ് പ്രതികരിക്കുന്നത്. PJ തൻ്റെ അപ്പൻ്റെ ഓർമ്മയിൽ എഴുതിയതാണ് ഇതെന്ന് ആയിരിക്കണം. അപ്പൻ ഇങ്ങനെ ബേക്കറിക്കാരനാണല്ലോ, ബോർബക്കാരൻ ഔസപ്പ് കിട്ടിച്ചേട്ടൻ. മക്കളെ പിന്നെ ഈ ക്രിയേറ്റീവ് കാര്യത്തിനൊന്നും വിടില്ല. ബേക്കറി കച്ചവടം എന്നുള്ള അതിൽ നിന്നൊക്കെ വഴി പിരിഞ്ഞ് തെറിച്ചു പോയ ഒരു നക്ഷത്രമാണ് P. ജാനണിയൊക്കെ. ഒരു വടക്കൻ നക്ഷത്രമാണ്. ഇപ്പോൾ തെക്കൻ നക്ഷത്രം എന്ന് പറയേണ്ടി വരും. മധ്യ കേരളത്തിൽ നിന്നുള്ള നക്ഷത്രങ്ങളിലൊന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരെയാണ് P. ജാനണിയുടെ ഈ ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങൾ എന്നാണ് അമ്മ അതിലൂടെ വരുന്നത്. അതേസമയത്ത് തന്നെ ഈ ഏകാധിപത്യ കാലം ഈ പിന്നെ അടിയന്തരാവസ്ഥ കാലത്താണ് കളിക്കുന്നത്. അവൻ നാടകം എഴുതി പഠിപ്പിക്കാൻ പോകണമെന്ന് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ കുടുംബം നശിക്കാനേ പോകുകയാണെന്ന്. അവൻ നാടകം എഴുതി പഠിപ്പിക്കാൻ പോകണമെന്ന് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ കുടുംബം നശിക്കാനേ പോകുകയാണെന്ന്. ഇതിനെതിരെ കലാപത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുന്ന ജോൺ എന്ന മകൻ
തൻ്റെ നാടക സപര്യമായി വീട് വിട്ടിറങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് പള്ളിയെ അനുസരിക്കുന്ന കുഞ്ഞാടുകളോട് നട്ടലുയർത്തി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് പോരാടി ജീവിക്കണമെന്നുള്ള ആഹ്വാനമാണ് PJ കൊടുക്കുന്നത്. പിന്നീട് PM ആന്റണിയും ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവും കേരളത്തിൽ സംഭവിച്ചല്ലോ. ആലോചിച്ച് നോക്ക്. പ്രളയം നാടകത്തിൽ സദാചാരം, കാൽപ്പനികത, പ്രണയം, രാഷ്ട്രീയം, സൗന്ദര്യബോധം, ത്യാഗത്തിൻ്റെ വില, ആത്മവഞ്ചന, ആഡംബരം, വിപ്ലവം എന്നുവേണ്ട സമകാലികമായിട്ടുള്ള പല വിഷയങ്ങളും സംവാദാത്മകമായി പ്രതികരിച്ചിരിക്കുന്നു. സത്യത്തിൽ ആന്റണിക്കുള്ളിലെ ബുദ്ധദർശനവും മാർക്സിസ്റ്റ് ദർശനവും കലാകാരൻ്റെ സർഗശേഷിയും നിലവിലുള്ള വ്യവസ്ഥിതിയുമായി കലഹിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു സ്റ്റേജ് ഫാൻറ്റസിയാണ് പ്രളയം. സ്കൂൾ ഡ്രാമക്കാരൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണത്. ഒരു നിരൂപണ ഗ്രന്ഥമെഴുതി പ്രശ്നപരിഹാരം കാണുന്നതിന് പകരം ആന്റണി മാർഷിനെയും ബുദ്ധനെയും കവിയെയും കൃഷ്ണനെയും സൃഷ്ടിച്ച് ഒരു നാടകീയ സംവാദം നടത്തിയതായിരുന്നു പ്രളയം. സ്റ്റേജ് ഫാൻറ്റസിയുടെ ഗംഭീരമാണ്. പിന്നീട് ഈശ്വരൻ അറസ്റ്റിൽ എന്നൻപിള്ള വേറൊരു മൂഡിൽ എഴുതിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. PJ ആന്റണി എന്ന നാടകരചനയുടെ പ്രൊമത്തിയൂസ് അഗ്നിഗോളത്തെ കാലിക രാഷ്ട്രീയ ഇടപെടലിൻ്റെ വിപ്ലവപരതയെ പല നാടക നിരൂപകർക്കും ദഹിക്കാതെ പോയത് അവർ കാവാലം നാരായണ പരിക്കരുടെ തനത് പ്രസ്ഥാനത്തിലും G. ശങ്കരപ്പിള്ളയുടെ അക്കാഡമിക് പരീക്ഷണാത്മക നാടകരചനകളിലുമുള്ള 1976 സ്കൂൾ ഡ്രാമ വരുന്നതിന് മുൻപേ PJ തൻ്റെ റബൽ രചനകൾ കേരളത്തിന് സമർപ്പിച്ച് കഴിഞ്ഞിരുന്നു എന്ന് ഓർക്കണണ്ട. 76 ഡ്രാമ സ്കൂൾ വരുന്നത്, അതിന് മുമ്പേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞു. അതായത് ഈ G. ശങ്കരപ്പിള്ളയുടെ അക്കാഡമിക് പരീക്ഷണാത്മക നാടകരചനകളിലുമുള്ള അമിത വിശ്വാസത്തിലോ ആരാധനയാലോ കുടുങ്ങിപ്പോയത് കൊണ്ടാണോ PJ പോലെയുള്ളവരെ തിരിച്ചറിയാതെ പോയത്? കാവാലം ശങ്കരപ്പിള്ള അങ്ങനെയുള്ളവരിൽ കുടുങ്ങിപ്പോവുക ആളുകൾ. അമിത ആണോ? ഇപ്പോഴെങ്കിലും ഒരു താരതമ്യ പഠനത്തിന് സമയമായിരിക്കുന്നു. കേരളത്തിൻ്റെ അതത് കാലത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അതത് കാലത്ത് എഴുതിയ നോവലുകൾക്കും നമുക്ക് നോക്കാം. O. ചന്തുമേനോൻ, പൊൻകുന്നം വർക്കി, P. കേശവദേവ്, ബഷീർ, തകഴി, SK പൊറ്റക്കാട്, കാക്കനാടൻ, MT, C. രാധാകൃഷ്ണൻ, ആനന്ദ്, CV ബാലകൃഷ്ണൻ, അംബികാസുധൻ മങ്ങാട്, KP രാമനുണ്ണി അടക്കമുള്ളവർ. കഥകൾക്കും അതുപോലെ ഒരു നിരയുണ്ട്. T. പത്മനാഭൻ, M. സുകുമാരൻ, കാരൂര്, സാറ ജോസഫ്, TV കൊച്ചുവാവ, NS മാധവൻ, സക്കറിയ, M. മുകുന്ദൻ, മാധവക്കുട്ടി, ഗ്രേസി, അശോകൻ ചെരുവിൽ, അഷ്ടമൂർത്തി, സന്തോഷ് എച്ചിക്കാനം. ഇങ്ങനെ ഞാൻ 2015 എഴുതുമ്പോൾ വരുന്നതാണ്. ഇനി എത്രയോ ഉണ്ട്. ഈ സന്തോഷ് കുമാർ, ഇങ്ങനെ കുറേ പേരുണ്ട്. കവിതകളിൽ നോക്കാം. കുമാരനാശാൻ, വയലാറ്, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ONV, അയ്യപ്പണിക്കർ, കടമനിട്ട, G. ശങ്കരപ്പിള്ള, ആറ്റൂര്, സച്ചിദാനന്ദൻ, മുല്ലനഴി, ചെമ്മനം ചാക്കോ, പ്രഭാവർമ്മ, S. രമേശൻ, കുഞ്ഞപ്പ പട്ടാനൂർ, വിജയലക്ഷ്മി, സാവിത്രി രാജീവൻ, P. N. ഗോപികൃഷ്ണൻ, കരുവല്ലൂർ മുരളി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കുരീപ്പൂർ ശ്രീകുമാർ, വിജി തമ്പി, രാവുണ്ണി, റഫീഖ് അഹമ്മദ്, പവിത്രൻ തിക്കുനി അടക്കം 2000 ശേഷം വന്ന പല നവാഗതരും നട്ടെല്ലുയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ സമയത്ത് മലയാള നാടകരംഗം ഒരുപക്ഷേ സംഘക്രിയയും സംവാദവും ഏറ്റവും കൂടുതൽ തിളച്ചുമറിയുന്ന ഒരേയൊരു മാധ്യമമാണ് ഈ സംഘക്രിയയും സംവാദവും. ആ മാധ്യമം ഒപ്പം ധീരമായി സഞ്ചരിക്കാൻ ഇടയ്ക്കിടെ മടി കാണിച്ചില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഥാകൃത്ത് നോവലുകളൊക്കെ മുന്നണി പോരാളികളായിട്ട് പോകുമ്പോൾ നാടകങ്ങൾ ചില സമയത്ത് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊരു അതിശയോക്തിയോ മുൻവിധിയോ അല്ല. പൊൻകുന്നം വർക്കി, CJ തോമസ്, PJ ആന്റണി, ജോൺ അബ്രഹാം, PM ആന്റണി, നാടകത്തിക്ക് ബേബി, സംവിധാന രംഗത്താണെങ്കിൽ ജോസ് ചെറമൽ, യാദർശികമായി ഇവർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധികളായി പോയെങ്കിൽ ക്ഷമിക്കേണ്ട. ഈ എഴുതി വന്നപ്പോഴേ ഈ പേരുകളൊക്കെ നോക്കി പൊൻകുന്നം വർക്കി, CJ തോമസ്, PJ ആന്റണി, ജോൺ അബ്രഹാം, PM ആന്റണി, നാടകത്തിക്ക് ബേബി, ജോസ് ചെറമൽ, യാദർശികമായിട്ടൊക്കെ ഞാനടക്കം അങ്ങനെയാണല്ലോ പറയപ്പെടുക. പറവൂർ ജോർജും CL ജോസൊക്കെ ഇതിൽ പെട്ടവരാണ്. അല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് പറയുന്നൊരു സവർണബോധം ഉണ്ടായിരിക്കും, പ്രതീക്ഷിക്കണം. എന്നീ റബൽ നാടക പ്രതിഭകളുടെ ഇടപെടൽ, അവരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള ഭരണകൂട മർദ്ദക രീതികൾ അടക്കം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾ സമകാലിക നാടകവേദിയുടെ ചരിത്രം അന്വേഷിക്കുന്നവരെ അസ്വസ്ഥമാക്കും. തീർച്ചയായിട്ടും ഈ റബൽ നാടകവേദിയുടെ ഇടപെടലുകൾ, അവരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് നേരെ ഭരണകൂടം ഭയങ്കരമായ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഇതെല്ലാം 1957 ശേഷം തോപ്പിൽ ബാസിക്കോ ഉണ്ട്. ഭഗവാൻ കാലുമാറുന്നു, നിരോധനം നേരിട്ടിട്ടുണ്ട്.
ശ്രീകണ്ഠൻ നായർക്കോ കാവാലം നാരായണ പണിക്കർക്കോ ജി ശങ്കരപ്പിള്ളയ്ക്കോ വയലവാസവൻ പിള്ളയ്ക്കോ ഇങ്ങനെയൊരു ഭരണകൂട എതിർപ്പ് നേരിടേണ്ടി വരാത്തതിൻ്റെ കാരണം, പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ നാടകവേദിയെ ആധുനികവൽക്കരണം അതോ അരാഷ്ട്രീയവൽക്കരണമോ ഒരു രഹസ്യ അജണ്ടയിൽ നാടക നവീകരണം, നാടക കളരി പ്രസ്ഥാനം എന്ന പുത്തൻ ഫിസിക്കൽ തിയേറ്റർ അന്വേഷണത്തിൻ്റെ, അതായത് ഫോമിൻ്റെ മാത്രമായ നവീകരണം എന്ന് പറയാം, അതാണ് സംഭവിച്ചത്. അങ്ങനെയുള്ളൊരു വ്യാകരണത്താൽ തങ്ങളുടെ സംവിധാന പ്രക്രിയയെ രചനകളെയൊക്കെ തളച്ചിട്ട് ഇന്നത്തെ കോർപ്പറേറ്റ് ഫണ്ടഡ് മാർക്കറ്റിംഗ് നാടക പ്രതിഭകൾക്ക്, പ്രവർത്തകർക്ക് വഴികാട്ടിയായി എന്നതുകൊണ്ടുകൂടിയാണ്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ട, ഫോമും ഇങ്ങനെ കുറേ കളരിയൊക്കെ കാണിച്ച് കുറേ അഭ്യാസം ചെയ്ത് ഫിസിക്കൽ തിയേറ്റർ, എങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ തിയേറ്റർ നമുക്ക് ജിംനാസ്റ്റിക്സ് പോയി കണ്ടാൽ പോരെ, കരാട്ടെ ഗുസ്തി കണ്ടാൽ പോരെ. ഒരു സാമൂഹ്യ മാറ്റത്തിനായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിനകത്ത് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ഞാനൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ജിംനാസ്റ്റിക്സ് മത്സരം, കരാട്ടെ കളരി മത്സരം കണ്ടാൽ മതി, അല്ലാണ്ട് നാടകം കാണാൻ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് അജണ്ടയായിട്ടായിരുന്നു. ചോദ്യം ചെയ്യുന്നൊരു മനസ്സിന് പകരം ഫിസിക്കൽ ഭംഗി ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് കുറേ പുകയൊക്കെ ഉള്ള കാരണം എളുപ്പം, അങ്ങനെ കാണാൻ ഭയങ്കര പെയിൻറ്റിങ് പോലെ അങ്ങനെ തോന്നും. അങ്ങനെ കുറേ ചെയ്യുന്നൊരു പരിപാടിയാണിത്. അതിന് രാഷ്ട്രീയവൽക്കരണം തന്നെയാണത്. ഫോമിൽ മാത്രമുള്ള ഈ പരീക്ഷണമാണ്. കണ്ടൻറ്റ് ഒക്കെ മരിച്ച കണ്ടൻറ്റാണ്, ജീവനില്ലാത്ത കണ്ടൻറ്റാണ്. ഇന്നത്തെ കോർപ്പറേറ്റ് ഫണ്ടഡ് മാർക്കറ്റിംഗ് നാടകപ്രവർത്തകർക്ക് വഴികാട്ടി ആയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ ശൈലികൾ. നാടകവുമായി വിദേശ പര്യടനം കഴിഞ്ഞു വരുമ്പോഴും കേരളത്തിൻ്റെ ഗ്രാമീണ നാടകവേദി അന്തന് വഴികാട്ടിയാവുന്നു എന്ന രീതിയിൽ നാടകവിരുദ്ധരുടെ, പുച്ഛവാദികളുടെ സങ്കേതമായി മാറിക്കഴിഞ്ഞു എന്നത് ആരും തിരിച്ചറിയാൻ സാധ്യതയില്ല. അതത് കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കോംപ്രമൈസ് പാർലമെൻറ്റേറിയൻ രീതി, കോംപ്രമൈസ്, ശത്രുക്കളായിട്ടൊക്കെ കൂടിച്ചേരാം. സർഗാത്മകതയിൽ ഊന്നി നിൽക്കുന്നവരും സത്യസന്ധരായ മനുഷ്യരെക്കാളും സമ്പന്നതയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വന്നാൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. 10 വോട്ട് കിട്ടിയെങ്കിലോ വന്നിട്ട്. സാധാരണ മനുഷ്യൻ ബഹുഭൂരിപക്ഷമാണ്, അവൻ്റെ മനസ്സുകൊണ്ട് അവൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച എത്ര പ്രസ്ഥാനങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. സമ്പന്നരായിട്ടുള്ളവർ വന്നു, അവരിൽ നിന്ന് മേടിക്കാം. കോർപ്പറേറ്റ് ചൈന വേൾഡ് ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നുണ്ട്, പക്ഷേ ചൈനയുടെ ശൈലിയിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. വേൾഡ് ബാങ്കിനൊന്നും പുറഞ്ചൊറിയാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഈ സമ്പന്നതയുടെ സ്ഥലത്തേക്ക് നാടകവേദി വന്ന് വീഴുമ്പോഴും തിരിച്ച് നമ്മൾ പറയുന്നത് ഇതിൻ്റെ നേരെ വിരുദ്ധമായ സ്ഥലം ജനകീയ നാടകവേദി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലും ഗ്രാസ് റൂട്ടിലും ഓപ്പൺ എയറിലാണ്, വീട്ടുമുറ്റത്താണ്. അപ്പോൾ നമ്മൾ അഗസ്റ്റ് പോൾ പറയുന്ന പോലെ ബാഹ്യമായിട്ടുള്ള കുറേ ജാടകൾ പുറത്ത് തെറിച്ചു പോകും. ഗിമ്മിക്സ്, സെറ്റ് ഡിസൈനിലുള്ള ഗിമ്മിക്സ് ഒക്കെ തെറിച്ചു പോകും. കാരണം എല്ലാം ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് 100% മുഴങ്ങി നിൽക്കണം. വീണ്ടും ഞാൻ പറയുന്നു, നവരത്ന മോതിരത്തിൽ നവരത്നങ്ങൾ തള്ളി നിൽക്കുന്ന പോലെ നടന്മാർ 2 സ്വർണ്ണക്കെട്ടുള്ള ബേസല്ല നിൽക്കേണ്ടത്. അങ്ങനെ മുഴങ്ങി നിൽക്കുമ്പോൾ അതിനെ കണ്ട് അതിൻ്റെ വയർപ്പും തൊട്ടടുത്തിരുന്ന് ക്ലോസപ്പിൽ കാണുന്ന, അതാണ് ജനം, അതാണ് ജൈവബന്ധം. അതുണ്ടാക്കുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ. അല്ലെങ്കിൽ അന്തന് വഴികാട്ടി പോലെ ഇരിക്കും. പുച്ഛവാദികളുടെ സങ്കേതമായി മാറിയിട്ടുണ്ട്. അതത് കാലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കോംപ്രമൈസ് പാർലമെൻറ്ററി രീതിയും 1989 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ സാർവദേശീയ തലത്തിൽ സംഭവിച്ച സോഷ്യലിസ്റ്റ് വിപ്ലവ സ്വപ്നങ്ങളുടെ അലസിപ്പിക്കലും, അബോർഷൻ ഓഫ് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി ഡ്രീംസ്. 89 പെരിസ്ട്രോയ്ക്ക ഗ്ലാസ്നോസ്റ്റും പറഞ്ഞ് പിരിച്ചുവിടുന്നതോടുകൂടി അകത്തുനിന്ന് നവീകരിക്കാൻ പറ്റാതെ പിരിച്ചുവിടുമ്പോൾ ഗ്ലോബലൈസേഷൻ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഈ അബോർഷൻ നടക്കുന്നുണ്ട്, സോഷ്യലിസ്റ്റ് ഡ്രീംസിൻ്റെ അബോർഷൻ. ഈ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിനും കേരളത്തിലെ റൂറൽ തിയേറ്റർ പുറകോട്ടടിക്കുന്നതിനും വരെ കാരണമായിട്ടുണ്ട്. നമ്മൾ 80-90കളിൽ വന്ന ഗ്രാമീണ നാടകവേദി നാടകം കൊണ്ട് വിപ്ലവമൊന്നും ഉണ്ടാവില്ല. നാടകക്കാരനെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം പോലും ഉണ്ടായിരുന്നു. നാടകക്കാരനെ വീട്ടിൽ കയറ്റാൻ വീട് നശിക്കുന്നത് എന്തൊരു ഗതികേടാണ്. എന്നിട്ട് പോയിട്ട് സീരിയലിലും ഒക്കെ തലവെച്ച കുറേ ആശാന്മാരുണ്ട്. 10 കാശിന് ഗുണമില്ല, ചരിത്രത്തിലെവിടെയും സ്ഥാനപ്പെടുത്താത്ത, അടയാളപ്പെടുത്താത്തതാണ് ഈ വക സംഗതികൾ. അതിൽ പോയി തലവെച്ച് കൊടുക്കും. അപ്പോൾ ഈ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നൊക്കെ വേവലാതിപ്പെടുമ്പോഴും നമ്മളിതിൻ്റെ പുറകോട്ടേണ്ട കാരണം ലേഖനം എഴുതുകയും ചെയ്യുമ്പോഴും കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളിൽ സെമിനാറുകൾക്കൊപ്പം ലഘുനാടക പരിശീലനത്തിനും കളമൊരുങ്ങേണ്ടതായിരുന്നുവെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക വേദി പിരിച്ചുവിടാൻ എളുപ്പമാണ് 82-ൽ. അതിനുശേഷം സാംസ്കാരിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ എവിടെ നടന്നു എന്ന് ചോദിക്കേണ്ടി വരും. ജോൺ അബ്രഹാം അമേറിയൻ ഉണ്ടാക്കി, കൊസാംബി പബ്ലിക്കേഷൻ ബാസുരേന്ദ്രാവും ഇവരെ കൂടി, ഞാനൊക്കെ ഉണ്ട്, പുസ്തക പ്രസാസവും കൊസാംബി ഇന്ത്യയുടെ ആത്മാവ് വിറ്റ് നടത്തിയത്. കൾച്ചറലായിട്ടുള്ള തലത്തിൽ നമ്മൾ നവീകരിക്കണ്ടേ? വലിയ കമ്മിറ്റികളും വലിയ ബഹുജന മുന്നേറ്റങ്ങളും ഒക്കെയുള്ള വലിയ ശക്തി, സൈനിക ശക്തി പോലെ
പ്രസ്ഥാനങ്ങൾ അണികളെ ഒരുമിച്ച് നിർത്തുമ്പോൾ അത് ഫിസിക്കലി അത് അംഗീകരിക്കണം, അതിനെ നവീകരിക്കണം. കൾച്ചറലി മാത്രമേ നവീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ PJ എന്ന പ്രതിരോധ നാടക പ്രതിഭയെ മറന്ന് കഴിഞ്ഞുവെന്ന് മാത്രം. ഇതിൻ്റെ കൂട്ടത്തിലാണ് അത് വിട്ടുപോകുന്നത്. PJ ആൻ്റണിക്ക് മറന്നു കളയുക. ആ പ്രതിഭയുടെ ചെറുത്തുനിൽപ്പ്, നാടകസങ്കല്പം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ വഴിയൊരുക്കുന്ന കൊച്ചിയിലെ PJ ആൻ്റണി മെമ്മോറിയൽ ഫൗണ്ടേഷൻ്റെ 2015 മുതൽ ആരംഭിച്ച തെരുവരങ്ങ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം PJ ആൻ്റണി മാത്രമല്ല, അതേപോലെ റബലായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് അവരുടെ ചരിത്രപരമായി വന്ന എനർജി, അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത് എന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സ്നാപ്പ് നമ്പർ 979 ഞാൻ ചെയ്യുന്നത്. ഒരു ആക്ടറുടെ ഉള്ളിൽ കൂടെ വരുമ്പോഴുള്ള എക്സ്പ്രഷൻസിൻ്റെ സാധ്യതകളാണ്. ഇനി നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് കഥകളും കവിതകളിലേക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. സ്നാപ്സ് ചാക്കോ ഡി അന്തിക്കാട് എന്ന യൂട്യൂബിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അഭിവാദ്യങ്ങളുണ്ട്. അടുത്തത് 980 സ്നാപ്പായിട്ട് നമുക്ക് നാളെ കാണാം.